അരവിന്ദ് കെജ്രിവാൾ ജയിലിന് പുറത്തെത്തിയിരിക്കുന്നു. തിഹാർ ജയിലിൽ നിന്നും ഡൽഹി മദ്യനയ കേസിൽ ജാമ്യം ലഭിച്ച കെജ്രിവാൾ പുറത്തിറങ്ങിയിരിക്കുന്നു. കനത്ത മഴയിലും വലിയ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കുന്നത്. പി ബസന്ത് വിവരങ്ങളുമായിട്ട്. ബസന്ത്, ഇന്ന് കെജ്രിവാൾ നേരെ വസതിയിലേക്ക് പോവുകയായിരിക്കുമോ? ഇന്നെന്തെങ്കിലും യോഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് പ്രവർത്തകരുടെ ആവേശം? ഈ അല്പസമയം മുമ്പാണ് കെജ്രിവാൾ മോചിതനായത്. ഇന്ന് ഉച്ചയോട് കൂടിയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് ബീഹാർ ജയിലിൽ എത്തിച്ചത്. ഇതിനെ തുടർന്നിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ജയിൽ മോചിതനായിരിക്കുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ മന്ത്രിമാരും മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനും ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ അവരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നേരെ വീട്ടിലേക്കായിരിക്കും പോകുന്നത്. മറ്റ് പാർട്ടി പരിപാടികളൊന്നും തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഹരിയാന തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 20 സീറ്റിൽ ഹരിയാനയിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസുമായിട്ടുള്ള സഖ്യം പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയാൽ അത് ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം എത്രത്തോളം ഇല്ലാതാകും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഏതായാലും പ്രതിപക്ഷത്ത് തന്നെ ഒരു ചേരിപ്പോര് അല്ലെങ്കിൽ രണ്ട് ചേരി തിരിഞ്ഞുള്ള ഒരു മത്സരത്തിന് ഹരിയാന സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കെജ്രിവാൾ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മദ്യനയ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നു. തിഹാർ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ കെജ്രിവാളിന് വലിയ സ്വീകരണമാണ് കനത്ത മഴയിലും ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. കെജ്രിവാൾ നേരെ വീട്ടിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ ബസന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഹരിയാനയിൽ ഇന്ത്യ സഖ്യമില്ലാതെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും നേർക്കുനേർ മത്സരരംഗത്ത് ഇറങ്ങുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കെജ്രിവാളിന്റെ പുറത്തേക്കുള്ള വരവ്. ഇനി ഏതൊക്കെ രീതിയിലാണ് പാർട്ടി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് എന്തായാലും ഇപ്പോൾ ആം ആദ്മി പാർട്ടി കൃത്യമായ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. വലിയ ആവേശത്തോടെ മഴയ്ക്കിടയിലും പ്രവർത്തകർ തങ്ങളുടെ നേതാവിനെ സ്വീകരിക്കുകയാണ്.